80 മിനിറ്റ് വരെ ബോൾ തരാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, കാരണം തന്നാലും നമ്മൾ കളിക്കത്തില്ലല്ലോ. പക്ഷെ അതിന് ശേഷമെങ്കിലും ബോൾ തരണമെന്നുള്ളൊരു സാമാന്യ മര്യാദ അവന്മാർക്കാരും പറഞ്ഞു കൊടുത്തിട്ടില്ലേ. പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാക്കാനുള്ള പക്വത അവന്മാർക്കില്ലല്ലോ, കൊച്ചു പിള്ളേരില്ലേ. ആ പരദേശി എന്തിയേ? അവൻ്റെ കാര്യം വിറ്റ കളി കഴിഞ്ഞിട്ടെങ്കിലും ആ ബോളൊന്നും തൊടാനുള്ള ആഗ്രഹം കൊണ്ട് അവൻ പോയി ചോദിച്ചു, എന്നിട്ടും അവന്മാർ കൊടുത്തില്ലെന്നേ. അതിനാണ് ആ കൊച്ചിറക്കിനെ പിടിച്ചടിക്കാൻ പോയത്. ആ റാമോസ് ഒന്നും ഇല്ലാത്ത അവന്റെ ഭാഗ്യം. ആർക്കായാലും ദേഷ്യം വരൂലേ. പിന്നെ നിങ്ങളും അടിയുണ്ടാക്കണമെന്നും പറഞ്ഞല്ലേ ഇറക്കി വിട്ടത്. ഞാനാ? എടാ, ഞാൻ ഗോൾ അടിക്കണമെന്ന് പറഞ്ഞ അവനെ വിട്ടത്. എങ്കിൽ ഗോളൊന്നും അവൻ കേട്ടില്ല, അടിക്കണമെന്ന് മാത്രമേ അവൻ കേട്ടോളൂ. മെസ്സി, തനിക്കെന്തു പറ്റി? ആശാന്റെ നെഞ്ചത്തൊന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ കിട്ടി ബോധിച്ചു. പിള്ളേർക്ക് ഓരോ അടവുകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആലോചിക്കണം തിരിച്ചു കിട്ടുമെന്ന്. ആ കുർക്കുറയായിട്ട് എന്തായിരുന്നു പ്രശ്നം? അവ ഇംഗ്ലീഷ് വന്നെന്തോ പറഞ്ഞു, ഞാൻ വിചാരിച്ച് തെറിയാന്ന്. എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലോ. അവൻ അല്ലെങ്കിൽ ഒരു എല്ല് കൂടുതല, ഓടി നടന്നും കളിക്കുക. ഫ്രണ്ടിൽ നോക്കിയ കുർക്കുറെ, ബാക്കിൽ നോക്കിയ കുർക്കുറെ, എവിടെ നോക്കിയാലും കുർക്കുറെ. അവൻ്റെ ഇത് ബോൾ എടുക്കാൻ പോയാൽ മുടിയിട്ടൊരു അടിയാ, ഒരുമാതിരി മുള്ളം പന്നി മുള്ളു വിതർന്നൂല. നമ്മുടെ കംബാക്ക് പ്ലാൻ ഏറ്റില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കംബാക്ക് കണ്ടുപിടിച്ചവന്മാരെ 2-3 വട്ടം മഞ്ഞിക്കിട്ടിട്ടാണ് അവന്മാരിൽ ചെല്ലു വരുന്നത്. ആ പ്ലാൻ വർക്കാവൂലെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയതാണ്. നമ്മുടെ ഫെഡറേഷൻ ആണെങ്കിൽ 4ാമത്തെ സ്റ്റാർ മേളിൽ വെക്കണോ താഴെ വെക്കണോ എന്നൊക്കെയുള്ള പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുക. ഒന്നും പറയണ്ട, ഇനിയും 4 വർഷമുണ്ട്, ഇരുന്ന് പ്ലാൻ ചെയ്തിട്ട്.